പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനവുമായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ലോക്സഭാ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുമായി താരതമ്യം ചെയ്താണ് രാഹുൽ വിമർശനം ഉന്നയിക്കുന്നത്. നരേന്ദ്രമോദി ഭീരുവാണ് എന്നും അദ്ദേഹത്തെക്കാൾ ധൈര്യം വനിതയായ ഇന്ദിരാഗാന്ധിക്ക് ഉണ്ടായിരുന്നു എന്നുമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഇന്ദിരാഗാന്ധി ഒരിക്കലും അമേരിക്കയ്ക്ക് മുന്നിൽ മുട്ടുമടക്കിയിട്ടില്ല എന്നും മോദി ട്രംപിനെ ഭയന്ന് US സന്ദർശനം പോലും ഒഴിവാക്കി എന്നുമാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ബീഹാറിലെ നളന്ദയിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴാണ് പ്രധാനമന്ത്രിക്കെതിരെ രാഹുൽ ഇത്തരത്തിൽ രൂക്ഷമായ ഒരു പ്രതികരണം നടത്തിയത്. മനുഷ്യനായാൽ ധൈര്യം വേണം, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ അതിന് ധൈര്യം വേണം. അമേരിക്കൻ പ്രസിഡന്റ് നിരവധി തവണ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അപമാനിച്ചു. നരേന്ദ്രമോദിയോട് താൻ വിളിച്ച് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിക്കാൻ പറഞ്ഞു എന്നും 2 ദിവസത്തിനകം ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചു എന്നുമാണ് ട്രംപ് പറഞ്ഞത്. അമേരിക്കൻ പ്രസിഡന്റ് കള്ളമാണ് പറയുന്നത് എന്ന് ഒരു തവണ പറയാനുള്ള ധൈര്യം പോലും പ്രധാനമന്ത്രിക്കില്ല. അദ്ദേഹം നിശബ്ദനായിരിക്കുകയാണ്. മോദി അമേരിക്കയിലേക്ക് പോകേണ്ടതായിരുന്നു, ട്രംപുമായി കൂടിക്കാഴ്ചയും നടക്കേണ്ടതായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് പേടിയാണ്. അമേരിക്കയിലേക്ക് പോകാൻ പോലും അദ്ദേഹം തയ്യാറാകുന്നില്ല. എന്നിട്ട് ഇവിടെ വോട്ട് മോഷണം നടത്തുകയാണ് എന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. 1971 ബംഗ്ലാദേശുമായുള്ള യുദ്ധം നടക്കുന്ന സമയത്ത് അമേരിക്ക ഇന്ത്യയെ ഭീഷണിപ്പെടുത്താനായി അവരുടെ നാവികസേനയെ അയച്ചു. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി അവരോട് പറഞ്ഞത്, നിങ്ങളുടെ നാവികസേനയെ ഞങ്ങൾ ഭയപ്പെടുന്നില്ല, നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്തോളൂ, ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഞങ്ങളും ചെയ്യുമെന്നായിരുന്നു. ഈ പുരുഷനേക്കാൾ ധൈര്യം ആ വനിതയ്ക്കുണ്ടായിരുന്നു എന്നും നരേന്ദ്രമോദി ഭീരുവാണ് എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. നരേന്ദ്രമോദിക്ക് ധൈര്യമുണ്ടെങ്കിൽ ബീഹാറിൽ നടക്കുന്ന ഏതെങ്കിലും റാലിയിൽ അമേരിക്കൻ പ്രസിഡന്റ് കള്ളം പറയുകയാണ് എന്ന് ഒരു തവണയെങ്കിലും പറയാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ് എന്നും ബീഹാറിലെ യുവാക്കളോട് മോദി അത് പറയണമെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. എന്തായാലും ബീഹാർ തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി വലിയ വാദപ്രതിവാദങ്ങൾ നടക്കുകയാണ്. പ്രത്യേകിച്ച് കേന്ദ്രത്തിനെതിരെ വലിയ രൂക്ഷ വിമർശനവുമായിട്ടാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം മുന്നോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ മോദിക്കെതിരെ രാഹുലും കടുപ്പിച്ചിരിക്കുകയാണ് വിമർശനങ്ങൾ.